ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഒരു സാധാരണ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. അന്നത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ, ഇഡ്ഡലി അങ്ങനെ ഉഴുന്നിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ദോശക്കുള്ള മാവ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം തന്നെ ദോശ ചുടാനായിട്ടാണ് പോണത്. ദോശൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സാമ്പാറോ ചട്നിയോ ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അനീസ്ക്കൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ച് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് നെയ് റോസ്റ്റ് പോലെ ആക്കി അതിൽ പിന്നെ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടല്ല. അപ്പോൾ പിന്നെ ഞാൻ അതേപോലെയാണ് ആക്കുന്നത്. ഇതൊരെണ്ണം പ്ലെയിനായിട്ട് എനിക്ക് ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ നെയ്യൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നെയ്യൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഡയറ്റിൽ, പക്ഷെ കുറഞ്ഞ അളവിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു 2 ദോശ ഞാൻ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ ചുട്ടെടുത്തേണ്. കറി ഒന്നാക്കാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചായയും റെഡിയാക്കിന്. അങ്ങനെ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞ പാടെ തന്നെ അനീസ്ക ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഷോപ്പിൽ പണിക്കാരുണ്ട്. അപ്പം ഇപ്പോൾ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനീസ്ക അങ്ങോട്ട് പോയിന്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഒരു റൂം എനിക്കൊരു സ്റ്റുഡിയോ പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂം പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും അതിനിരിക്കുക, ബാക്കി പണികളൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു അൽമാരയാണ്. ഞാൻ നമ്മുടെ വീഡിയോ എടുക്കാൻ ആവശ്യമുള്ള ലൈറ്റും സ്റ്റാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ അകത്താണ് വെക്കലുള്ളത്. അപ്പോൾ ഇത് ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ വലിയൊരു ഇഷ്ടമല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതിങ്ങനെ ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് ഇളകിപ്പോയിന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിന് ഒരു വൈറ്റ് കളർ കൊടുക്കാമെന്ന്. അങ്ങനെ വാൾപേപ്പറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടൂല. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം തന്നെ ഇത് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. ഞാനൊരു മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ടാണ് ഇത് തുടയ്ക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്പ്രേയും എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മുടെ സർഫേസ് ക്ലീനറാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വാൾപേപ്പർ അതിനൊരു മാർബിൾ എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഒരു മാർബിൾ ഷെയ്ഡൊക്കെ പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല വൈറ്റാണ് കളറ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് അൽമാര കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കാൻ പോണത്. ആദ്യം ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്നേനു, കാരണം ഞാൻ ടേബിളിനൊക്കെ ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അൽമാരൊക്കെ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. കാരണം ഓരോ മുക്കും മൂലയൊക്കെ നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ ഞാൻ ഇത് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പഠിച്ചവനെ തൊടണ്ടില്ലേനെന്ന് തോന്നിപ്പോയത്. കാരണം അത്രയും പണിയുണ്ടേനു ഇത് ഒട്ടിക്കാൻ. കുറേ നല്ലപോലെ ആയിട്ട് ഒട്ടി വരും, പിന്നെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും അത് പുൾ ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിക്കണം. അങ്ങനെ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഇത് ഒട്ടിക്കാൻ. ഇപ്പോൾ ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം ഒട്ടിക്കാൻ തന്നെ ഒരു 15 മിനിറ്റിലും കൂടുതൽ എടുത്തീനെ. ഏതായാലും ഇതിനിരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ലഞ്ച് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തതിനത്. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മെയിൻ പ്രയോറിറ്റി ഇതിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴ്ഭാഗത്ത് വന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി, വൈറ്റ് ഒട്ടിക്കണോ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ബ്ലാക്ക് വാൾപേപ്പർ ഉണ്ടായിരുന്നു, അത് ഒട്ടിക്കണോ എന്നുള്ളത് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ മേൽഭാഗത്ത് വൈറ്റ് ഒട്ടിച്ചിട്ട് പിന്നെ താഴ്ഭാഗത്തുള്ള ആ ഒരു സൈഡിൽ ബ്ലാക്ക് വാൾപേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത്. അപ്പോൾ ഇതാ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. അതായത് അൽമാറിൻ്റെ പകുതി ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലും കൂടെ ആക്കി കൊടുക്കണം. ഇത് ഞാൻ അത്ര ഒരു നല്ല ഫിനിഷിലൊന്നല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കിതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അൽമാറിൻ്റെ 2 സൈഡും ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട് മൊത്തം മെസ്സായിട്ടുണ്ട്. അതിൻ്റെ പേപ്പേഴ്സ്, വാൾപേപ്പറിൻ്റെ ബാക്കി വന്നിട്ടുള്ള പേപ്പേഴ്സും പിന്നെ കുറേ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. ഇനി എവിടെയെങ്കിലുമൊക്കെ ഹോള് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിനി. അങ്ങനെ എന്താ വീട് മൊത്തത്തിൽ വൃത്തികേടായിട്ടുണ്ട്. എന്നാലും അൽമാര കംപ്ലീറ്റ് ആയിട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്ത പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇരുടടിച്ചിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തത്. പിന്നെ വാൾപേപ്പർ ബാക്കിയുണ്ട് കേട്ടോ, ഒരു റോള് കംപ്ലീറ്റ് ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ അടുത്ത് കേക്കിൻ്റെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിപ്പിച്ചിരുന്നു. ഇത് ഞങ്ങൾ
ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ മഞ്ച എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മുടെ പണ്ടത്തെ മഞ്ചൻ്റെ ആ ഒരു ലുക്കാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മേലെയും കൂടെ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിച്ച്. ഇതിന് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടേനു, പക്ഷേ അതിങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരു തരം പെയിൻ്റാണ്. അങ്ങനെ ആദ്യം തന്നെ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ വാൾപേപ്പറൊക്കെ വെച്ച് നോക്കിയിട്ട് അളവെല്ലാം എടുക്കുന്നുണ്ട്. വാൾപേപ്പർ ഒട്ടിക്കണേ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. കാരണം ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് ഒട്ടിക്കാനല്ലേ ഉള്ളൂ. മറ്റേതിന് ഒരുപാട് സമയം എടുത്തത്. ഇങ്ങനെ ഇടയിൽ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അതിനിങ്ങനെ തിരിക്കുന്ന ഭാഗമൊക്കെ വരുമ്പം നല്ല ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല വൃത്തികേടായിട്ടുണ്ടാവും. അപ്പം ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടീന്. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ചയും റെഡിയായി. ഇനി ഞാനിത് രണ്ടൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് പോവാണ്. അതിന് മുന്നേ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ രണ്ട് വാൾപേപ്പറും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരെണ്ണം കുറച്ചൊരു നല്ല ഗ്ലേസിങ് ഉള്ള കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. മറ്റേ അൽമാരമേൽ ഒട്ടിച്ചത് ഒരു പേപ്പർ ലൈക്ക് സംഭവമാണ്, പേപ്പർ പോലെ തോന്നുന്നതാണ്. നമ്മളിപ്പോൾ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ തന്നെ അത് പറഞ്ഞു പോരുന്നുണ്ട്. അങ്ങനത്തെ തേനോ അത്. പക്ഷെ ഞാൻ ആ മഞ്ചമേൽ ഒട്ടിച്ചത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ലാത്ത അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് അതിൻ്റെത്. ഇനി ഇതാ ഞാൻ ഈ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ഒരു കവറിലേക്ക് ആക്കി വെക്കുകയാണ്. വന്നിട്ടുള്ള വാൾപേപ്പറിൻ്റെ ആ റോള് ഞാൻ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടോ. കാരണം ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. വീടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വേഗം തന്നെ പോയിട്ട് കുളിച്ചിട്ട് വന്നേ. കാരണം നല്ലോണം വേർത്തിട്ടുണ്ടേനു. അപ്പോൾ വേഗം പോയിട്ട് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഒരുപാട് പച്ചക്കറികൾ ഉണ്ടേനെ. അപ്പം ഞാൻ വിചാരിച്ചൊരു പരാത്ത ഉണ്ടാക്കാന്ന്. നമ്മൾ ആലു പരാത്തൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. പക്ഷേ ആലുവിന് പകരം, അതായത് പൊട്ടറ്റോക്ക് പകരം നമ്മൾ ഇതിൽ കോളിഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഗോബി പറാത്ത ാണ് ഇതിന് പറയലുള്ളത്. അപ്പം ഞാൻ എല്ലാ വെജിറ്റബിൾസും ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗോബി ഉണ്ടല്ലോ, അതായത് കോളിഫ്ലവർ, അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിക്കണം. എന്നാലാണ് നല്ല ജേംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കിട്ടുക, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഉള്ളിയാണ് ചോപ്പ് ചെയ്തെടുക്കണേ. ഈ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചോപ്പർ ഉള്ളതുകൊണ്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് അഗാരോൻ്റെ ചോപ്പറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ആ സമയം തന്നെ ഞാൻ കോളിഫ്ലവർ നോക്കിയപ്പോൾ നല്ലോണം മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം ഉള്ളിൽ കയറി ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. എന്നിട്ട് അതിലെന്തെങ്കിലും കറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കോളിഫ്ലവർ നമ്മൾ നേരത്തെ ഉള്ളിയും പിന്നെ ആ ക്യാരറ്റൊക്കെ ചെയ്ത പോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം നമ്മുടെ പറാത്ത ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ആദ്യം ഉള്ളി ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അത് അധിക സമയമൊന്നും ആവാനായിട്ട് നിൽക്കണ്ട. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഈ ഒരു സമയം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടിച്ച് വെക്കുക. നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. നമുക്ക് മാത്രമായതുകൊണ്ട് ഒരു 3-4 മതിയാവുമല്ലോ. അപ്പോൾ അതിലേക്ക് കണക്കാക്കിയിട്ടാണ് ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്നേണേ. അപ്പം ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ പൊടികളൊക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് മല്ലിയിലും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ള ആ ഗോതമ്പ് പൊടി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ചൂടുവെള്ളം ഒഴിക്കുക, വെള്ളം ഏറി പോകണ്ട കേട്ടോ. എന്നിട്ട് നല്ലോണം ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഇട്ടിട്ടാണ് ഞാനത് പരത്തിയെടുക്കാൻ പോണത്. അപ്പം കൗണ്ടർ ടോപ്പൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഞാനിത് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 2 കപ്പിൽ നിന്ന് നമുക്ക് 6 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പറാത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചായ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് ആക്കണത്. ഇനി ഇതാ ഓരോ പറാത്ത വിധം പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. ഒന്നിങ്ങനെ പരന്നു കഴിഞ്ഞാൽ 1 സ്പൂണ് നമ്മൾ ആക്കിയിട്ടുള്ള ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ വെക്കാം കേട്ടോ. വല്ലാതെ കുത്തി നിറയ്ക്കരുത്.
കിഴി പോലെ ഇങ്ങനെ പിടിച്ചെടുക്കണം. അതായത് എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കിഴി പോലെ ആക്കിയെടുക്കുക. ആ വെജിറ്റബിൾസ് ഉള്ളിൽ നിൽക്കുന്ന പോലെ. ആലു പരാത്ത ഉണ്ടാക്കുന്നവർക്ക് നല്ലോണം മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ കൂട്ടി പിടിച്ചാൽ മതി. ആ വെജിറ്റബിൾസ് പുറത്തേക്ക് പോകാൻ പാടില്ല. നമുക്ക് കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഇത് ചുട്ടെടുക്കാനുള്ള പാനും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പരത്തുന്ന സമയത്ത് വല്ലാതെ അമർത്തി പരത്തരുത് കേട്ടോ. മെല്ലെ മെല്ലെ വേണം പരത്തിയെടുക്കാൻ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ വെജിറ്റബിൾസ് പുറത്തേക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ചുട്ടെടുക്കുമ്പം ഭയങ്കര പണിയാവും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ വേണം പരത്തിയെടുക്കാൻ. പിന്നെ നല്ലോണം തിന്നാക്കാൻ നോക്കരുത് കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ വേണം ഇതുണ്ടാവാൻ. ഞാൻ ഫസ്റ്റത്തെ പറാത്ത ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒന്ന് പാനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നെയ്യാക്കി കൊടുക്കണം. രണ്ട് സൈഡും കുക്കാവുന്നവരെ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എനിക്കുള്ളതിൽ നെയ്യാക്കിയിട്ടില്ല കേട്ടോ. നെയ്യാക്കി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. പക്ഷേ ഞാൻ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്യാക്കിയിട്ടില്ല. ഒന്നിൽ ഞാനിതുപോലെ മല്ലിയില വെച്ച് കൊടുത്തിട്ടുണ്ട് പരത്തുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിന് കേട്ടോ. സമയം കൊണ്ട് അനീസ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ. ചായയും റെഡി ആയിട്ടുണ്ട്. ഗോബി പറാത്തയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഞാൻ ചോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അനീസ്ക വരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നല്ലോണം ലേറ്റായിപ്പോയി ആ ഒരു വാൾപേപ്പർ ഒട്ടിക്കാൻ നിന്നുകൊണ്ട്. അപ്പോൾ പിന്നെ ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് സമയം കുറേ ആവും, വിശന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഇതാക്കിയതാണ്. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ലഞ്ച് കഴിക്കാൻ. ഇതിൽക്ക് കോമ്പിനേഷനായിട്ട് അച്ചാറും തൈരും ഒക്കെയാണ് കേട്ടോ കഴിക്കലുള്ളത്. എനിക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്തിൻ്റെ കൂടെ കഴിക്കാനും. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ കുറച്ചെന്തെങ്കിലും റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പം എടുത്തിട്ട് ചുട്ടെടുക്കാനും പറ്റും. ഇനിയും ഷോപ്പിൽ തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് എന്താ അനീസ്ക വീഡിയോയിലൊന്നും സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്താ വീഡിയോയിൽ വല്ലാതൊന്നും കാണിക്കാത്തതെന്നൊക്കെ. ഈ ഒരു കാരണം കൊണ്ടാണ്. അനീസ്കക്ക് ഷോപ്പിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്നത് ഇതേപോലെയാണ്. ഇടയ്ക്കൊന്ന് വന്നിട്ട് ഓടിപ്പോവുക, അങ്ങനെയാണ് ഉണ്ടാവലുള്ളത്. ഈ റൂമാണ് ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. സ്റ്റുഡിയോയും സ്റ്റഡി റൂമും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു റൂമാണ് കേട്ടത്. ഇതേനും നമ്മുടെ ബെഡ്റൂം ആയിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ ബെഡൊക്കെ ഇട്ടിട്ടുള്ളതേനി. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പം ഈ ടേബിളും ഒക്കെ കൊണ്ടുവന്നിടുമ്പം ചിലപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പൊടി ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയുള്ള പൊടി അതിൻ്റെ അടിയിൽ പോയി കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരുകയാണ്. അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ ഈ അൽമാര കാണുമ്പോൾ നമ്മൾ വലിയ സാധനമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അത് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉന്തി കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഈ ഒരു മഞ്ചക്കാണെന്നുണ്ടെങ്കിൽ അടിയിൽ ചെറിയ ടയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും പെട്ടെന്ന് തന്നെ ഉന്തി കൊണ്ടുവരാനായിട്ട് പറ്റിയാണ്. അങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാവുന്ന തരത്തിലൊക്കെ ഞാൻ ഇട്ട് നോക്കുകയാണ്. അങ്ങനെ അവസാനം ഞാൻ ടേബിൾ ഈ ഒരു എൻഡിൽക്കായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മേലെ കൊണ്ടുവന്ന് സെറ്റാക്കുകയാണ്. ഇതിൽ എനിക്ക് ശരിക്കും മറ്റൊരു കോർണറിൽ വെക്കാനാണ് കേട്ടോ ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒന്നും പ്ലഗ് പോയിന്റ് ഇല്ല. ഈ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ചാർജ് തീരുന്നതാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചേന്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനിയും കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വേറെ വേറെ ദിവസങ്ങളിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇന്നിപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയത് തന്നെ ഭാഗ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്